നമസ്കാരം. ഇപ്പോൾ ഇതാ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ഇത്തവണത്തെ ഓണം ബമ്പർ 25 കോടി അടിക്കുന്നയാൾക്ക് കഴിഞ്ഞ വർഷം ഇതേ 25 കോടി അടിച്ച ആൾക്ക് കയ്യിൽ കിട്ടിയ തുകയേക്കാൾ ഏകദേശം 1 കോടി രൂപ അധികം കിട്ടും. എന്താണ് വന്ന മാറ്റങ്ങൾ? എങ്ങനെയാണ് കൂടുതൽ കിട്ടുന്നത്? പരിശോധിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒന്നാം സമ്മാനമായി പ്രഖ്യാപിച്ച തുകയിൽ നിന്നും 10% ഏജന്റ് കമ്മീഷനായിട്ട് എടുക്കുമെന്ന്. അതായത് 25 കോടി ഒന്നാം സമ്മാനമാണെങ്കിൽ അതിൻ്റെ 10%മായ 2.5 കോടി കുറയും എന്നർത്ഥം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള തുകയാണ് 22.5 കോടി. ഈ 22.5 കോടിയിൽ നിന്നും ഇൻകം ടാക്സ് കൊടുക്കണം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് TDS എന്ന പേരിലുള്ളതാണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും. നമ്മൾക്ക് ആരാണോ പണം തരുന്നത് ആ സമയത്ത് ഡിഡക്റ്റ് ചെയ്യേണ്ട ടാക്സ് ആണ് TDS. അതുമാത്രമല്ല, അതിനു പുറമെ TDS ആയിട്ട് അടയ്ക്കുന്ന തുക എത്രയാണോ ആ തുകയുടെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയിട്ടും അടയ്ക്കണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ സമ്മാനത്തുകയായിട്ട് മാറ്റിവച്ചിരിക്കുന്ന 22.5 കോടിയിൽ നിന്ന് 31.2% കേന്ദ്ര ഗവൺമെന്റിന് ടാക്സ് ഇനത്തിൽ അടയ്ക്കണം. രാജ്യത്ത് ഏത് സംസ്ഥാനത്തും ലോട്ടറി ഉണ്ടെങ്കിലും, കോടീശ്വരൻ പോലെയുള്ള TV പരിപാടികളുണ്ടെങ്കിലും, ബിഗ് ബോസ് പോലെയുള്ള പരിപാടികളുണ്ടെങ്കിലും, ഡാൻസ്, പാട്ട്, മിമിക്രി പോലെയുള്ള റിയാലിറ്റി ഷോ ഉണ്ടെങ്കിലും അതിൽ നിന്ന് നേടുന്ന എല്ലാ തുകയ്ക്കും 31.2% ടാക്സ് ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അടയ്ക്കണം. ഇത് നിലനിൽക്കുന്ന നിയമമാണ്. സാധാരണ നടക്കാറുള്ള TV ഷോ മത്സരങ്ങളിൽ ഒന്നാം സമ്മാനം 50 ലക്ഷം ആണെങ്കിൽ 50 ലക്ഷത്തിന്റെ ഒരു ഡമ്മി ചെക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ഷോയുടെ അട്രാക്ഷന് വേണ്ടി മാത്രം. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് കിട്ടുന്നത് അതിൽ നിന്നും 31.2% ടാക്സ് ഇടിച്ചതിന് ശേഷം ബാക്കി വരുന്ന 34.4 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ ഇത് നമ്മൾ സൗകര്യം പോലെ അടച്ചാൽ പോരാ. നമ്മൾക്ക് ആരാണോ പണം തരുന്നത് അവരുടെ ഉത്തരവാദിത്വവും കടമയാണ് നമ്മുടെ പേരിൽ നമ്മൾ അടയ്ക്കുന്നതായിട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് അടച്ച് ബാക്കി തുക എത്രയാണോ ആ തുക മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഓണം ബമ്പർ കിട്ടുന്ന ആൾക്ക് 15.48 കോടി രൂപ ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. അവരുടെ ജോലി കഴിഞ്ഞു, ഉത്തരവാദിത്വം കഴിഞ്ഞു. പക്ഷേ സമ്മാനം കിട്ടിയ ആൾ ടാക്സ് എന്ന പുലിവാലിൽ നിന്ന് ഒഴിയുന്നില്ല. വേറെയും ചില ടാക്സുകളുണ്ട്. ഏത് വിധത്തിലായാലും നമ്മൾക്ക് 50 ലക്ഷത്തിലധികം വരുമാനം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരടി കൂടുതൽ കിട്ടും. അതിൻ്റെ പേരാണ് സർചാർജ്. അത് വിവിധ സ്ലാബുകളിലായിട്ടാണ്. 10, 15, 25, 37. ഇതുവരെ ഉണ്ടായിരുന്ന കേന്ദ്ര നിയമപ്രകാരം 5 കോടിക്ക് മുകളിൽ സമ്മാനത്തുക കിട്ടുന്നവർ കൊടുക്കേണ്ട സർചാർജ് എന്ന് പറയുന്നത് 37%. നമ്മൾ കൊടുത്ത TDS തുകയുടെ 37%, അതായത് 6.75 കോടി രൂപയുടെ 37%മായ 2.49,70,75,000 രൂപയാണ് കഴിഞ്ഞ വർഷം ഓണം ബമ്പർ അടിച്ച വ്യക്തി കൊടുത്തത്. ഇതും കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിക്ക് കയ്യിൽ കിട്ടിയ തുക 12.98,25,000 രൂപ മാത്രം. എന്നാൽ ഈ നിയമത്തിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മാറ്റം വന്നിരിക്കുന്നത്. 5 കോടിക്ക് മുകളിൽ 37% എന്നുള്ള സ്ലാബ് എടുത്തു മാറ്റി 2 കോടിക്ക് മുകളിൽ 25% എന്ന സ്ലാബ് പരമാവധി സർചാർജ് ആയിട്ട് നിലനിർത്തി. ഇത്തവണ ഓണം ബമ്പർ കിട്ടുന്ന വ്യക്തി 37% സർചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. 25% മാത്രം കൊടുത്താൽ മതി. 1,68,70,75,000 രൂപ മാത്രമേ സർചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അതായത് കയ്യിൽ കിട്ടുന്ന ശരിയായ തുക കഴിഞ്ഞ പ്രാവശ്യം 12,98,25,000. എന്നാൽ ഇത്തവണ കിട്ടുന്നത് 13,79,25,000 രൂപ. 81 ലക്ഷം രൂപ അധികം കയ്യിൽ കിട്ടും എന്നർത്ഥം. ഇതിന് കാരണം കേന്ദ്ര നിയമത്തിലെ ടാക്സിൽ വന്ന വ്യത്യാസം കൊണ്ടാണ്. ഈ കാണുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന മൺസൂൺ ബമ്പർ നറുക്കെടുപ്പിന്റെ കിട്ടുന്ന തുകയാണ്. ആ വ്യക്തി ഒരു മാസം 1.5 മാസം മുമ്പായിരിക്കാം ടിക്കറ്റ് എടുത്തത്. പക്ഷേ ടിക്കറ്റ് എടുത്ത സമയത്തെ നിയമം വെച്ചിട്ടാണെങ്കിൽ സർചാർജ് ആയിട്ട് 99,90,000 രൂപ കൊടുക്കേണ്ടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പണം കൈമാറ്റം ചെയ്യുന്ന ദിവസം വന്നപ്പോഴേക്കും കേന്ദ്ര നിയമത്തിൽ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ 67,50,000 രൂപ മാത്രം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരികയുള്ളൂ. അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന തുക 32,40,000 രൂപ അധികം. ഇതുകൊണ്ടാണ് പറയുന്നത്
സർക്കാരിന്റെ ലോട്ടറികൾക്ക് കയ്യിൽ കിട്ടുന്ന തുക കൃത്യമായിട്ട് എത്രയാണെന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കുകയില്ല. കാരണം ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന 10% കുറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഫിക്സ്ഡ് ആയിട്ടുള്ള സംവിധാനം. ബാക്കി ഡിഡക്ഷൻസ് എല്ലാം കേന്ദ്ര നിയമം അനുസരിച്ചിട്ടാണ്. തുക എന്നാണോ കൈമാറ്റം ചെയ്യുന്നത് ആ ദിവസത്തെ നിയമമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മൺസൂൺ ബമ്പർ കിട്ടിയ വ്യക്തിക്ക് 32,40,000 രൂപ കൂടുതൽ കിട്ടുന്നു. അതേസമയം ഈ സർചാർജ് കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുകയാണെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കും. ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ കൂടുതൽ സർചാർജ് ആയിട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന തുക കുറയുകയും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.